ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിൽ നാടൻ തനിമയുടെ കളങ്കം ലവലേശം തീണ്ടിയിട്ടില്ലാത്ത ബാങ്കുകൾക്കും ബേക്കറികൾക്കും ബംഗ്ലാവുകൾക്കും പേരുകേട്ട പ്രക്ഷുബ്ധ സുന്ദര നഗരമായ കുമ്പനാട്. തിരക്കേറിയ ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ സായാഹ്ന വേളയാണ് നമ്മൾ ഇന്നിവിടെ വീക്ഷിക്കുവാൻ പോകുന്നത്. പ്രിയ കഥാപാത്രങ്ങളിലൂടെ നികേഷ് കുമാർ റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ചതിൻ്റെ സങ്കടമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ലോകസഭയിൽ തീപ്പൊരി പ്രസംഗം നടത്തിയതിൻ്റെ സന്തോഷത്തിൽ ഉഗാണ്ടയിലുള്ള സുഹൃത്തിനെ വാട്സപ്പ് കോളിലൂടെ റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യുന്ന ജോയ് അവറാൻ. നമുക്ക് വിഷയങ്ങളിലേക്ക് വരാമല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ വ്യക്തിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ചോ പോലുമായിരുന്നില്ല. പഠിക്കുക എന്ന വ്യാജേന മുറിയിൽ കഥകടച്ച് ഗെയിമിൽ മുഴുകിയിരിക്കുന്ന ഗെയിമർ AJ റിച്ചാർഡ്, ഓൾസോ നോൺ ആസ് അവറാൻ ജോയ് റിച്ചാർഡ്, ജോയിയുടെ ഇളയ സന്താനം. മൂന്നാമത്തെ റിവിഷൻ കഴിഞ്ഞിട്ടും നാളത്തെ പരീക്ഷയിലും തോൽക്കുമെന്ന് പേടിച്ച് കൂട്ടുകാരിയെ വിളിച്ച് അന്വേഷിക്കുന്ന നതാഷ സൂസൻ ജോയ്, ജോയിയുടെ മൂത്ത മകൾ. പ്രാരാബ്ദങ്ങളോട് പ്രാരാബ്ദം. 8 മണിക്ക് അത്താഴം ഒരുക്കുവാനായി അടുക്കളയിൽ വ്യാപൃതയായി നിൽക്കുന്ന ബീന ജോയ്. പ്രഭാതത്തിലെ എല്ലാ തിരക്കുകൾക്കും ശേഷം കുടുംബ പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്ന പ്രിയ അവറാച്ചായനും ശോശക്കുട്ടിയും. എടാ, ആ ഉക്രൈൻ മിസൈൽ 2 മോസ്കോയിലേക്ക് വിട്ടിരുന്നെങ്കിൽ പരിപാടി കഴിഞ്ഞേനെ. അല്ലേല് ആ ട്രംപ് വന്ന എല്ലാം ശരിയാകും. പക്ഷെ പുള്ളിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാ? എടാ, നിനക്കെന്തും ചെയ്യാൻ പറ്റുമോ? ഓ, നീ അങ്ങ് ഉഗാണ്ടയിലല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാഹുൽ അടിപൊളിയാ. അവൻ്റെ ആ പ്രസംഗം ഓ, ഒരു രക്ഷയില്ല. ഞാൻ ആ വീഡിയോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടേ, നീ ഒന്ന് കണ്ടു നോക്ക്. ഓ, ഇപ്പോഴാ ഓർത്തെ, ലുലു മാൾ കോട്ടയത്ത് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. നീ വരുമ്പോഴത്തേക്ക് അത് റെഡി ആവുമെന്നൊക്കെ പറയുന്നത്. നീ വന്നിട്ട് വേണോ ഒന്ന് പോയി കാണാൻ. കൊല്ലടാ കൊല്ലടാ കൊല്ലടാ, ബോംബെറ അടിച്ചേറി ബാ, കൊല്ലു കൊല്ലു കൊല്ലു, ബോംബൊക്കെ വാരി വലിച്ചിട്, ബ്ലൂവടൊക്കെ വാരി വലിച്ചിട്. എന്നെ അടിക്കാനാ പറഞ്ഞത്. എനിമിനടി എനിമിനടി, അടി 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 അടി. ആ ഒരുത്തനോ ഒരുത്തനോ, കേറ് 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 കേറ്. എന്ത് കാണിക്കും? മണ്ടത്തരം കാണിക്കാതെ കേറ് കേറ്. ഈ കാരണം കളിയും പോയി റാങ്കും പോയി. അയ്യോ അയ്യോ, ഞാൻ എന്ത് ചെയ്യും? 3 വട്ടം റിവിഷൻ ചെയ്താ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ മിക്കവാറും പൊട്ടും. 4ാമത്തെ റിവിഷൻ ചെയ്യണമെന്ന് വിചാരിച്ചതാ. ഓ, മണി 8:30ആയി. ഇനി എന്ത് ചെയ്യും? അയ്യോ, റിയ എല്ലാം പഠിച്ചു കാണും. അവൾ ഈ പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് മേടിക്കും. അയ്യോ, എൻ്റെ ഫസ്റ്റ് റാങ്ക്. റിയയെ വിളിച്ച് ചോദിക്കാം അവൾ പഠിച്ചോ എന്ന്. ഞാൻ മാത്രം ഒന്നും പഠിച്ചില്ല. എടി, നീ എന്തുവായി? ഞാൻ ഒന്നും പഠിച്ചില്ല. ഞാൻ നാളെ പൊട്ടും. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെയല്ലേ എപ്പോഴും പറയുന്നത്? കഴിഞ്ഞ തവണ നീ ഇങ്ങനെ പറഞ്ഞല്ലേ ഫസ്റ്റ് റാങ്ക് മേടിച്ചത്? അങ്ങനെ അല്ലടി, ഞാൻ ഒന്നും പഠിച്ചില്ല. കഴിഞ്ഞ തവണയും ഞാൻ ഒന്നും പഠിച്ചില്ല. ആ ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എടി ശോശേ, 8 മണി തൊട്ട് ഇരിക്കുക. ഇപ്പൊ മണി 8:30ആയി. നമുക്ക് ഇനിയെങ്കിലും പ്രാർത്ഥിക്കാം. നീ പോയി ജോയെ വിളിക്കുക. മോനെ ജോയിയെ, എടാ മോനെ. എന്താ എടാ മോനെ, പപ്പ പ്രാർത്ഥിക്കാനിരുന്നു. നീ പെട്ടെന്ന് വാ, മണി 8:30ആയി. ആ, ഞാൻ വരാം ഒരു മിനിറ്റ്. ബീനയും പിള്ളേരെയും വിളിച്ചോണ്ട് വാ, പപ്പ നോക്കിയിരിക്കുക. എടാ, ഓക്കേടാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണേ. പിന്നെ വിളിക്കാം. ഞാൻ അയച്ച വീഡിയോ ഒന്ന് കണ്ടേക്കേ. അയ്യോ, സമയം 8:30ആയോ? കഴിക്കാനാണ് ഒന്നും ആയിട്ടില്ല. അതേനും പിള്ളേർ ഇപ്പം ഇങ്ങ് വരും. ഓ,
ഓ എൻ്റെ ദൈവമേ, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സഹായത്തിന് ഒരാളെ വെക്കാൻ. അതെങ്ങനെയാ, അരിപ്പിക്കുകയല്ലേ? ഞാൻ ആരുടെയും വേലക്കാരിയല്ല. മണിക്കൂർ ഈ അടുക്കളയിൽ തന്നെ മേശ നിറയെ ആഹാരം കൊണ്ടുവയ്ക്കാൻ ഞാൻ എന്താ റോബോട്ടോ? ആ അതെങ്ങനെയാ? ഒരാൾക്ക് നൂഡിൽസ് ആണെങ്കിൽ മറ്റേയാൾക്ക് ചപ്പാത്തി മതി. ഞാൻ മടുത്തു. എന്തായാലും പപ്പയ്ക്കും മമ്മിക്കും കഴിക്കാൻ കൊടുത്തല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. എടാ റിച്ചി, അവിടെ പ്രാർത്ഥിക്കാൻ വാ. കൊല്ലടാ, ബോംബെടാ, അപ്പനെ ഇട്ട് കൊല്ലടാ. എടാ ഞാനവിടെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വാ. അപ്പയായിരുന്നോ? ഞാൻ ഇപ്പം വരാം. അവന്റെ മൊബൈൽ ഹെഡ്ഫോൺ വലിച്ചു പറിച്ചാൽ കളയല്ലോ അവിടെ. എന്തുവാടി സമയം തേണ്ടി 8:45. ഇവർക്കൊന്നും പ്രാർത്ഥിക്കണ്ടേ? പപ്പ ഒന്നും മിണ്ടാതിരി, അവരിങ്ങ് വരും. ഓ ഇപ്പം ഞാനായി കുറ്റക്കാരൻ. നീയാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ. ദാണ്ട് നോക്ക്, ഇപ്പൊ കൊച്ചുമക്കൾക്ക് പോലും ഒരു ദൈവഭയമില്ല. അതെങ്ങനാ? ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ? പോട്ടെ പപ്പ, അവർ പിള്ളേരല്ലേ. മോളെ വാ, പ്രാർത്ഥിക്കാൻ വാ. ഇടി ഡാഡ വന്നു, പിന്നെ വിളിക്കാവേ. അയ്യോ ഡാഡാ, ഞാൻ വരുന്നില്ല ഡാഡാ. ഞാൻ 4ാമത്തെ വർഷം തുടങ്ങിയിട്ട് പോലും ഇല്ല ഡാഡാ. നാളെ ഞാൻ തോൽക്കും ഡാഡാ. എൻ്റെ ഫ്രണ്ട് റിയ ഇല്ലേ, അവളെല്ലാം പഠിച്ചു. അവള് ഫസ്റ്റ് റാങ്ക് മേടിക്കും. ഒന്ന് പോടി, നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പൊട്ടി പാളിസാവും. എന്തൊരു ആക്ടിങ് ആ നിന്റെ. ദാണ്ട് കണ്ടോ ഡാഡാ, ഞാൻ ആക്ടിങ് ആണെന്ന്. ഞാൻ ആക്ടിങ് ആണോ ഡാഡാ? ഞാൻ ആക്ടിങ് ആണോ? ഞാൻ തോക്കുമെന്ന് അവൻ പറഞ്ഞു. ഡാ മിണ്ടാതിരടാ, നിന്റെ കൂട്ടല്ല അവള്. ഷീസ് ഡാഡീസ് ബിഗ് ഗേൾ. മോളെ വാ. ബിയടി ബീനെ, പ്രാർത്ഥിക്കാൻ വാ, പപ്പ വിളിക്കുന്നു. എടി ബീനെ, പ്രാർത്ഥിക്കാൻ വാ. ഇത് എൻ്റെ ഒരു കാര്യം. അച്ഛൻ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വന്നേക്കാവേ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. മോനെ ജോയി, പപ്പ വഴക്ക് പറയുന്നുണ്ടും അപ്പച്ചൻ വഴക്ക് പറയുന്നുണ്ടും ആരും പ്രാർത്ഥിക്കാൻ വരണ്ട. സമയം നോക്കിയേ, ഞങ്ങൾ 8 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാ, ഇപ്പോൾ 9 മണിയായി. ചടങ്ങിനാണെങ്കിൽ ഇവിടെ ആരും ഇരിക്കണ്ട. നിങ്ങളുടെ ആരുടെയും മുഖം പാടുവാനല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ടാണ്. മോനെ ജോയി, നീ വിചാരിക്കും നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞതാണ്. നീ ഒരു കാര്യം ചിന്തിക്കും, ഇന്ന് നീ പ്രാർത്ഥനയെപ്പറ്റി നിന്റെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അവർ എങ്ങനെ പഠിക്കും? 60കളുടെ ആരംഭത്തിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അന്നിങ്ങനൊന്നും അല്ല, വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നുമില്ല. എങ്കിലും പ്രാർത്ഥിക്കാനൊരു മനസ്സും വിശ്വസിക്കാനൊരു ഹൃദയവും ഉണ്ടായിരുന്നു. രാത്രിയിലൊക്കെ കഴിക്കാനൊന്നുമില്ല, പക്ഷെ മുണ്ട് മുറുക്കി കെട്ടി ചൂട്ടും കത്തിച്ച് ഇവളുടെ കൈയും പിടിച്ച് പ്രാർത്ഥനയ്ക്ക് പോയതിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. ബൈബിളിൽ വാഗ്ദത്തങ്ങളെല്ലാം ലഭിച്ച അബ്രഹാമിനോട് ദൈവം തൻ്റെ വാഗ്ദത്ത മകനെ യാഗം കഴിക്കാമെന്ന് ചോദിച്ച പോലെ ഇന്ന് നിന്നോട് ദൈവം നിൻ്റെ സമയമാണ് ചോദിക്കുന്നേ. അത് നിനക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കളെ, അപ്പച്ചൻ പറയുന്നതുകൊണ്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരേണ്ടത്. അപ്പച്ചനും അമ്മച്ചിയും ഇന്നോ നാളെയോ അങ്ങ് പോകും. പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാ? മോനെ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അതുപോലെ ഇന്ന് നിന്റെ കുടുംബത്തിലുണ്ടോ?
ഓരോ തകർന്ന കുടുംബത്തിന് പിന്നിലും ഓരോ തകർന്ന യാഗപീഠങ്ങളുണ്ട്. ആ തകർന്ന യാഗപീഠത്തിനും അതിൽ നിന്ന് ചിതറിത്തെറിച്ച കല്ലുകൾക്കും ഓരോരോ കഥകൾ പറയുവാനുണ്ട്. അതുപോലെ നിന്റെ കുടുംബം തകരാതിരിക്കേണ്ടതിന് നീ ഒരു കുടുംബ യാഗപീഠം പണിയുക.